ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടാക്കുന്നതെന്ന്. പൂരി തന്നെയാണ്. നമുക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കലുണ്ട് പൂരി. അപ്പോൾ അതുതന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ചില വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബോളായിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. നല്ല പെർഫെക്റ്റായ അടിപൊളിയായ പൂരിയും അതും പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ നല്ല സോഫ്റ്റായ പൂരിയാണ്. ചില സമയത്തൊക്കെ നമുക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും പൂരി. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായ പൂരിയും അതിനനുസരിച്ച് ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഒരു 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഏത് ആട്ടപ്പൊടി വേണമെങ്കിൽ എടുക്കാം. നല്ല ആട്ടപ്പൊടി എടുക്കുക. ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഏത് ആട്ടപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 കപ്പിലും മേലെ സാധാ റവയാണ് എടുത്തത്. വറക്കാത്ത റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ നന്നായി കുഴച്ച് നല്ല സ്മൂത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ടേബിളിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ വലിയ ബോൾ നിങ്ങൾ എടുക്കുക. ചെറിയ ബോളല്ല, വലിയ ബോൾ എടുത്തിട്ട് വലിയ ചപ്പാത്തി പോലെ പരത്തുക. അത് നല്ല വലിയതായിട്ട് പരത്തുക. അപ്പം നമുക്ക് പൂരി വേഗം ചുട്ടെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നന്നായി വലിയതായിട്ട് ഇതുപോലെ പരത്തി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിയ ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ പൂരി വേണ്ടത് അതിനനുസരിച്ച് ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ അടിഭാഗം നല്ല മൂർച്ചയുള്ള ഒരു സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഇതുപോലെ കിട്ടും. അങ്ങനെ ഒരുപാട് നൈസാക്കി പരത്തരുത്, അതുപോലെ ഒരുപാട് കട്ടിയാക്കി പരത്തരുത്. മീഡിയം സൈസിൽ പൂരി പരത്താൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം പരത്തി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂരിയൊക്കെ പരത്തിയിട്ട് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എല്ലാ പൂരി അതാത് സമയത്ത് നമുക്ക് പൂരി പെട്ടെന്ന് വറുത്തെടുക്കാം. പൂരി വറുക്കുമ്പോൾ അത്ര ടൈം എടുക്കില്ല. അപ്പോൾ വേഗം പണി കഴിയും. അതിന് വേണ്ടിയിട്ട് ഒന്നിച്ചെല്ലാം പൂരി പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ എല്ലാ പൂരി പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ എന്താ വേണ്ട വെച്ചാൽ നമുക്ക് ഒഴിച്ച് നന്നായി ചൂടാവണം. നന്നായി ശ്രദ്ധിക്കണം, അത് നല്ല ചൂട് വേണം. നല്ല ചൂട് ഉള്ള ചട്ടിയിലേക്ക് നമ്മളിതുപോലെ പൂരി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്നത് ആ ഒരു കയ്യിൽ നമ്മളിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ പൂരി നല്ല ബോളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം പൂരി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക. അത് കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു വെച്ചാൽ പൂരി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വരും. അപ്പോൾ ഒന്ന് മറച്ചിടുക. പൂരി ഒരു ഇതുപോലെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് ഇത് പൂരി ഇങ്ങോട്ട് വാങ്ങിയിരിക്കുക. അത്രയേ ഉള്ളൂ പൂരി. അപ്പോൾ നമുക്ക് ഈ പൂരി ഇതുപോലെ കിട്ടും. ചില സമയത്ത് നമുക്ക് പൂരി ഉണ്ടാക്കിയാലും ഒന്നിങ്ങനെ കുഴഞ്ഞ് കിടക്കും. അങ്ങനെയൊന്നും കിടക്കില്ല. ഇത് കുറേ നേരത്തേക്ക് റവ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇത് പൂരി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ജസ്റ്റ് എടുക്കുക, നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേക്ക് ബോളാവും. നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ബോളായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യരുത്. അപ്പോൾ ആ ബോളൊക്കെ താന്നു പോകും. പിന്നെ ഒന്ന് മറിച്ചിട്ട് പൂരി എടുക്കുക. ഇതുപോലെ എല്ലാ പൂരി നിങ്ങൾ ചുട്ട് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ റവ ഉപയോഗിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പൂരി എല്ലാം ഞാൻ ചുട്ടെടുക്കുകയാണേ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് എണ്ണ ചൂടായിട്ടേ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇതുപോലെ ബോളൊന്ന് താത്തിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൂരി നല്ല പൂരിയായിട്ട് കിട്ടും.
അപ്പോൾ എണ്ണ ഒന്ന് ചൂട് തണുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ രണ്ടാമതൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പൂരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനുള്ള കറിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ 2 ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കുക, ഒറ്റ വിസിൽ വന്നാൽ മതി. അത് ഞാൻ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എക്സ്ട്രാ വെള്ളം അവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് 2 ഇതുപോലെ ഇത്തിരി വെള്ളം കൂടുതലാണ്. അപ്പോൾ നമ്മൾ 2 പൊട്ടറ്റോ ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം കറക്റ്റാവും. പിന്നെ പൂരിക്ക് ചിലവർക്ക് കുറച്ച് കറി ഇങ്ങനെ ലൂസായിട്ട് വേണ്ടി വരും, ചിലർക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം കറി. അപ്പോൾ അതുകൊണ്ട് 2 പൊട്ടറ്റോ ആവശ്യത്തിന് വേണമെന്ന് മാത്രമുള്ള ആണെങ്കിൽ 2 പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വറവാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കറിയിലേക്ക്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കുക. ആവശ്യത്തിന് കടുക് ഇടുക. പിന്നെ പരന്ന ഇങ്ങനെ തവയായതുകൊണ്ട് കടുക് പൊട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വെച്ച് പൊട്ടിക്കണം. നന്നായി കടുക് പൊട്ടണം. പൊട്ടിയതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഇടാനുള്ളത് ഉഴുന്നും പരിപ്പാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ വറവിലേക്ക് വേണ്ടത്. അത് സ്കിപ്പ് ചെയ്യരുത്. ഉഴുന്നും പരിപ്പ് മാക്സിമം ഉഴുന്നും പരിപ്പ് ഇടണം. നല്ലൊരു ടേസ്റ്റാണ്. ഉഴുന്നും പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ നിറത്തിലാവുന്നത് വരെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ സ്പൂണിന് ഞാൻ 2 സ്പൂണാണ് ഇട്ടത്. ഉഴുന്നും പരിപ്പ് നമ്മൾ കറിയിൽ കടിക്കൊന്നുമില്ല കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. കടിക്കൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. ഉഴുന്നും പരിപ്പിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കുക. പിന്നെ ഒരു മുളകും കൂടി ഇടുക. 1 മുളകോ 2 മുളകോ ഒക്കെ ഇടുക. ഞാനിവിടെ എരിവ് കുറവായതുകൊണ്ട് 1 മുളകാണ് ഇട്ടത്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മുളകും കൂടി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയാണ് ഇതിലേക്ക് ആവശ്യം. കറിവേപ്പിലയും കൂടി ഇടുക. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇതിലേക്ക് ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചൂടായിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളം വറ്റുന്നവരെ ഗ്യാസിൽ വെക്കുക. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെള്ളം വറ്റിയാൽ നമുക്ക് കറി ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് പൂരിയും കറിയും ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്, നല്ല പൂരിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങളെല്ലാവരും പൂരി ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പെർഫെക്റ്റായ പൂരിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി. നല്ല സ്മൂത്തുമാണ്. നല്ല ലെയർ പോലെ ബോളായിട്ട് വരും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും പൂരി നല്ല ബോളായിട്ട് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.